മിത്ര മേഡത്തിന്റെ കൂടെ പോകാറുന്നില്ലേ? എന്തിന്? ആരാധന ആയിരുന്നല്ലോ അവളോട്. അപ്പൊ പിന്നെ അടുത്തിരിക്കുമ്പോ പൂജിക്കാൻ എളുപ്പമല്ലേ? സാർ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ അവരോട് ചെയ്തിട്ട് മതി, നിർത്ത്. അവളോട് ചെയ്ത ദ്രോഹത്തിന്റെ കഥയൊന്നും ഇനി വിളമ്പണ്ട. അവളുടെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും ആളുകളുടെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാവും സർ. എനിക്ക് മിത്ര മാഡത്തിന്റെ ഭാഗത്ത് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. ഈ വീട്ടിലേക്ക് അവളെ വിളിച്ചു വരുത്തിയത് ആരാ? അമ്മയല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക, എന്നെ ദേഷ്യം പിടിപ്പിക്കുക. അപ്പോ അവര് തമ്മിലുള്ള കരാർ എന്താണെന്ന് ആലോചിച്ചിരുന്നത് താൻ? സാറിന്റെ അമ്മ പറയും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മിത്ര മാഡത്തിന് എന്താ ഭ്രാന്തുണ്ടോ? അല്ല സർ, അവർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? ഈ കുടുംബത്തിനേക്കാളും വലിയ സ്ഥാനമുണ്ട്, സൗന്ദര്യവും ഉണ്ട്. പിന്നെ അവരെന്ത് തട്ടിപ്പറിക്കുന്ന സാറ് പറയുന്നേ? നന്ദിനി, താൻ വലിയ ബുദ്ധിമതിയാണെന്ന് ചിന്തിക്കരുത്. മിത്ര ഈ വീട്ടിൽ വരുന്നതും സംസാരിക്കുന്നതൊക്കെ അപകടം തന്നെയാണ്. ശരി, അങ്ങനെ എന്തെങ്കിലും അപകടം വന്നാൽ അത് ഞാൻ സഹിച്ചോളാം. എനിക്ക് മിത്ര മാഡത്തിനോട് ഇഷ്ടമുണ്ട്, അവരുടെ അവസ്ഥയിൽ സങ്കടമുണ്ട്. ശരി, മിത്രയാണോ എന്നെയാണോ തനിക്ക് കൂടുതൽ ഇഷ്ടം? പറ പറ. തന്റെ മനസ്സിൽ എന്നേക്കാൾ പ്രാധാന്യം അവൾക്കുണ്ടോ? രണ്ടാളും എനിക്കൊരുപോലെയാ സർ. ഒരുപോലെയോ? അതെ, രണ്ടാളോടും എനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലല്ലോ. സാർ എന്നോട് കാരുണ്യം കാണിക്കുന്നുണ്ട്, അതുപോലെ മിത്ര മാഡവും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സാർ എന്നെ ദ്രോഹിച്ചു, അവരെന്നെ ദ്രോഹിച്ചിട്ടില്ല. സോ എന്നേക്കാൾ തന്റെ മനസ്സിൽ അവൾക്കാണ് സ്ഥാനം, അല്ലേ? ഞാൻ തന്റെ ആരുമല്ല, അല്ല നന്ദിനി? അല്ല സർ, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സാറിന് നന്നായിട്ട് അറിയാലോ. അത് താൻ വന്നു കയറിയ ദിവസം. അത് കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഞാൻ തന്റെ ആരോ ആണെന്ന് തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? ഇല്ല സർ. സാറിന്റെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാനല്ലാതെ സാറ് വേറെ എന്താ എന്നോട് ചെയ്തിട്ടുള്ളത്? നമ്മൾ കരാറുകാരല്ലേ സർ, എപ്പോ വേണമെങ്കിലും അവസാനിക്കാവുന്ന കരാറുകാര്. ഓക്കെ, അപ്പൊ ഞാൻ തന്റെ ആരുമല്ല. എനിക്ക് തന്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനവും ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. ആരുമല്ല അല്ലേ നന്ദിനി? എന്നോട് ഒരു പ്രത്യേകതയും എനിക്ക് തോന്നിയിട്ടില്ല, അല്ലേ? ഞാൻ തന്നെ സ്നേഹിച്ചിട്ടില്ല, കെയർ ചെയ്തിട്ടില്ല, പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. ഏതോ ഒരുത്തൻ. അല്ലാതെ നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അല്ലേ? ഓക്കെ.